അക്ഷരമാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഭാഷാ ശാസ്ത്ര സാഹിത്യകാരന്മാർ പലതരം അഭിപ്രായങ്ങൾ പല വിധത്തിലും പല ഭാഷകളിലുമുള്ള ഗ്രന്ഥങ്ങൾ വഴി നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തും ഇന്ത്യക്കകത്തും ഭാഷയുടെ ഉത്ഭവത്തെപ്പറ്റി ഇങ്ങനെ പല അഭിപ്രായങ്ങളാണുള്ളത്. കേരളവും അതിന് ബാധകമാണ്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ 7ഓളം ഭാഷാശാസ്ത്ര വിഭാഗങ്ങൾ ഉണ്ടെന്നും അതിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ടെന്നും നമുക്കറിയാം. പക്ഷേ ഇത്തരം ഭാഷയുടെ ഉത്ഭവത്തെ പറ്റിയുള്ള നിഗമനങ്ങളോട് വിയോജിച്ചുകൊണ്ട് ഭാഷാശാസ്ത്ര രംഗത്തോ സാഹിത്യരംഗത്തോ തനതായ വ്യക്തിത്വം പുലർത്തി ഇതിനെ പരിപോഷിപ്പിച്ചു വരുന്ന ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സമാദരണീയനായ എം കുഞ്ഞിരാജൻ അയ്യനവർ. അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ മേഖലയിൽ ഗവേഷണം നടത്തുകയും 1-2 പുസ്തകങ്ങൾ ഇതിനകം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ കുഞ്ഞിരാജൻ, നിങ്ങളുടെ അഭിപ്രായം ഈ ഭാഷയുടെ അക്ഷരമാലയുടെ ഉത്ഭവത്തെ പറ്റി എന്താണ്? അക്ഷരമാലയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എങ്ങനെ ആദ്യം ശബ്ദത്തിൽ വന്നു ചേർന്നു എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാനൊക്കൂ. കായും ഷായും രായും കണ്ടുപിടിക്കുമ്പോൾ അക്ഷര എന്താണെന്ന് അറിയാനൊക്കൂ. അത് ഒരു നിഘണ്ടുവിലും പറയുന്നില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൂർണ്ണ എലമെൻസിന്, അതായത് എലമെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ ഈശ്വരനായി ആദിമ മനുഷ്യൻ കണ്ട് ആ എലമെൻറ്റിനെ വിളിച്ച എലമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച ശബ്ദമാണ് ആന്നോ യാന്നോ പറയുന്നത്. ഇത് ഞാൻ യാന്ന് പറയാൻ കാരണം കൃഷ്ണദ്വൈവ ഐനവൻ വ്യാസൻ ആദ്യമായിട്ട് മഹാഭാരതം എഴുതുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചൊരു വേർഡുണ്ട്, എ, അതായത് എ ഹാവ് എക്സിസ്റ്റഡ് ബിഫോർ ക്രിയേഷൻ. ഉൽപ്പത്തിക്ക് മുമ്പും യ എന്നൊരു ശബ്ദം നിലനിന്നതായിട്ട് ദ്വൈപ ഐനവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനോടുകൂടെ സഹകരിച്ചിരുന്ന വൈസാമ്പ ഐനവൻ ഋഗ്വേദത്തിലും ഏഴുഗ് വേദമാണ്, കരിവേദം, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഋഗ്വേദം, അതിലും യാ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ്? ശാസ്ത്രീയത വേറെ, ഈ ഗ്രന്ഥങ്ങൾ വേറെ. ഇത് രണ്ട് ഗ്രന്ഥത്തിലൂടെയാണ് ശാസ്ത്രീയത്തിലേക്ക് കടക്കേണ്ടത്. അത് വരുമ്പോൾ ഈ യാ എന്ന് പറയുന്ന അവിടെ മാത്രമല്ല, ആദി ബൈബിളിലും യാ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1535 ഇറങ്ങിയ ബൈബിളിലും ഇതേ യാ, മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ യാ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നീട് വന്ന ഇപ്പോഴത്തെ കവി നമ്മുടെ പ്രൊഫസർ ONV കുറുപ്പ് സാറും അതായി ഏതോ ശോകാന്തരാവിൽ ഏതോ ഗന്ധർവൻ പാടുന്നു. ആ ഏതോ എന്താണ്? ബൈബിൾ പ്രകാരവും എയ്തോ തോട്ടത്തിലാണ് ആദവും അവയും. അവിടെ പിന്നെ വരികയാണ്. ഈ യായിൽ നിന്നും എങ്ങനെ ഉണ്ടായി? അക്ഷരമാലയെന്ന് സാറ് പറയുമ്പോൾ ഈ അക്ഷരമാലയാണ് ഇവർ നിഘണ്ടു എന്ന് പറയുന്നത്. ഇതിന് യാസ്ക നിരുക്ത വാക്കുകളുടെ കോശം എന്നാണ് പറയുന്നത്. അവിടെ യാക്തയാണ്, യായാണ് ആദ്യം വരുന്നത്. ഈ യാ എങ്ങനെയാണ് ആയായി കൺവേർഷൻ നടക്കുന്നത്? ഇതൊക്കെ എഴുതാനുള്ള അടിസ്ഥാന രേഖകൾ എങ്ങനെയാണ്? രേഖ എന്ന് പറയുന്നത് 1916 16 എൻ്റെ അപ്പൂപ്പന്മാർ അവർ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മൂത്ത ആളാണ് എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ അവർക്ക് അന്ന് ഈ തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് കൊടുത്ത റെപ്രസെൻറ്റേഷനിൽ അവർ പറഞ്ഞിരുന്നത്
അന്ന് ജാതി രജിസ്ട്രേഷനൊന്നും ആയിട്ടില്ല, ജാതികളൊന്നും തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അയ്യനവർ വർഗക്കാരാണ്, ഞങ്ങളെ ഇവിടെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഒരു റിപ്രസെൻറ്റേഷൻ കൊടുത്തു. അതിൻ്റെ കോപ്പി എൻ്റെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ വല്ലതും ഉണ്ടായോ? അതുണ്ടായത് പിന്നീടാണ്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ആ അയ്യനവർ എന്ന് പറയുന്ന ആ കണ്ടുപിടിക്കാനുള്ള എൻ്റെ ത്വരയായിരുന്നു ഈ ബുക്കിൻ്റെ ഉത്ഭവം. ഒരു എൻസൈക്ലോപീഡിയയിലും ഈ ലോകത്തുള്ള എനിക്ക് കിട്ടാവുന്നതിലൊക്കെ ഞാൻ നോക്കി, ആ എന്ന അക്ഷരം എന്തുകൊണ്ട് ഭാഷയിൽ നിലനിൽക്കുന്നു എന്ന് ഇവരാരും എഴുതിയിട്ടില്ല. താങ്കൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ ആയുടെ ഒറിജിനെ പറ്റി? അത് പറയുമ്പോൾ ഒത്തിരി കാര്യം പറയുന്നുണ്ട്. ഈ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിലും എന്നാണ്, അതായത് യഹോവ എന്നാണ് അവർ ആദ്യം എഴുതുന്നത്. യഹോവ ഞങ്ങളെ നീ നടത്തുന്നു. അടുത്ത് വരുന്നത് പ്രായിനനിൽ കുളിരേകുന്നു. ഐനൻ എന്ന വാക്ക് അവിടെ വരികയാണ്. ഈ ഐനൻ, അന, ഐവർ, അവൻ, അവൾ, ഇതെല്ലാം ആയിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആയുടെ ഉൽപ്പത്തി എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? ആ ഈശ്വരൻ്റെ പേരെന്താണ്? അത് ആയിലാണ് തുടങ്ങുന്നത്. അയ്യൻ എന്ന് പറഞ്ഞാലും അയ്യർ എന്ന് പറഞ്ഞാലും ഒന്നാണ്. കാരണം എന്നും ആറും ഒരേ കാര്യത്തിന്, ഒന്ന് ബഹുമാനത്തെ അറിയിക്കുന്നു ആർ എന്ന് പറയുമ്പോൾ, എന്നെന്ന് പറയുമ്പോൾ സിംഗുലർ ഫോം, അവൻ, അവർ. ഇപ്പോൾ നായൻ, നായർ, അയ്യനവൻ, അയ്യനവർ. അപ്പോൾ സിംഗുലറും പ്ലൂറലും എന്ന് മാത്രമല്ല, ഈശ്വരനെയും ഈശ്വർ എന്നാണ്, റായാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഷയിൽ തന്നെ അവർ അന്ന് തൊട്ട് ഈശ്വരനെയും മനുഷ്യനെയും വേർതിരിച്ച് കാണുകയും രണ്ടും ഒന്നാണെന്നുള്ള സങ്കല്പം അതിനകത്തുണ്ട്. പ്രായം കൂടിയവരും പിന്നെ സേജസ് സന്യാസിമാരും പിന്നെ രാജാവ്, ഈശ്വരൻ, ഇതെല്ലാം ആറുകൊണ്ടാണ് അവർ ചോദിച്ചത്. ബാക്കി എല്ലാം എന്നിലാണ് അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ കുറേ പഠിച്ചു വന്നാലേ മനസ്സിലാവും നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് അയ്യനവർ എന്ന പദം വന്നു? വർ എന്ന് പറഞ്ഞാലും വൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ദൈവദത്തമാണെന്നാണോ? ദൈവദത്തമാണ്. ദൈവം എന്ന് പറയുമ്പോൾ അവിടെയും സാറ് മനസ്സിലാക്കണം, നമ്മൾ ദൈവം എന്ന് എഴുതുമ്പോൾ 2 അടയാളം ഇട്ടിട്ടാണ് ദാ എഴുതുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ദൈവം എന്നേ പറയുന്നുള്ളൂ, ആ 2 അവിടെ കിടക്കുക, അത് ആയിട്ട് മാറും. അങ്ങനെയാണ് ഇതിന് മാറ്റം വരും. ഇപ്പം വേണാടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഒരു അടയാളം ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്, വേണാട്. പക്ഷെ അത് തിരിഞ്ഞേ വരത്തുള്ളൂ, നാടെന്നാണ്. ഇപ്പൊ താങ്കളുടെ പുസ്തകത്തിൽ അയ്യൻ ടു അയ്യനവർ, അതിൽ ഈ സർപ്പങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുമായിട്ടുള്ള ബന്ധം എന്താണ്? അതാണ് ബന്ധം. ശരിക്കുള്ള ഈ ലിപിയുടെ ബേസ് സർപ്പമാണ്. കാരണം കൃഷ്ണദ്വൈവ ഐനവൻ വ്യാസൻ ആദ്യം എഴുതിയ മഹാഭാരതം മാവാരതമാണ്. മഹാഭാരതമല്ല ശരിക്കും, മാവാരതം. ഈ മാവാരതത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ആദി മാതാവായ റൂറു നിന്നാണ് പിന്നീട് ജനസംഖ്യ ഉണ്ടാകുന്നത്, വംശവർധനം ഉണ്ടാകുന്ന റൂറുവിൽ നിന്നാണ്. ഈ റൂറു എന്ന് പറഞ്ഞ ആദി മാതാവ്, അവർ പ്രസവിച്ചതെല്ലാം നാഗന്മാരായിരുന്നു, സർപ്പങ്ങളായിരുന്നു. സർപ്പത്തിൻ്റെ കഥകളെ ഈ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ നോക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ സാറിന് സർ എന്ന് പറയുന്നത്. സാറിൻ്റെ മീനിങ് ഒരു ഡിക്ഷണറിയിൽ എഴുതിയിട്ടില്ല. സർപ്പം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണത്. അപ്പോൾ പാശ്ചാത്യ ലോകത്തും ഉണ്ടല്ലോ സർ എന്ന് പറയുന്നത്. സെയിം, പാശ്ചാത്യം വിടുക, നമ്മളത് തന്നെയാണ് പാശ്ചാത്യം എന്ന് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഇത് പറയുകയാണ് അവിടെ വേറെയാണെന്ന്. നമ്മൾ തന്നെയാണ് അവർ. ഇവിടെ നിന്ന് പഴയ കാലത്തെ മൈഗ്രേറ്റ് ചെയ്ത് പോയവരാണ്. ജനിച്ചവരാരും ഇവിടെ നിന്നിട്ടില്ല. ദേവൻ്റെ നോക്കി ഇന്നും അത് നടന്നുകൊണ്ട് പലായനം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് നിന്നാലേ പിന്നെ പിരിയാനോ. അപ്പം ഇത് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മഹാഭാരതത്തിൽ പറഞ്ഞ ഈ സർപ്പം, ഇവനെ നാഗനെന്ന് പറയും,
അവന് ശേഷൻ എന്ന് പറയും. ഈ ശേഷനാണ് കരി എന്ന് പറയും. കരി നാഗൻ അല്ലെങ്കിൽ നാഗകരി, കരി അയിനൻ അല്ലെങ്കിൽ അയിനൻ കരി. അപ്പൊ ഈ നവനാഗങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? നവം എന്ന് പറയുന്നത് 9 പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. ന വേറെ, വാ വേറെ, ഓരോ അക്ഷരത്തിനും അതിൻ്റെതായിട്ടുള്ള. ഇപ്പം നാഗരി, നാഗം എന്ന് പറയുമ്പോഴും നാഗരി എന്ന് പറയുമ്പോഴും ഇതെല്ലാം മാറി മാറി വരും. ഇതിനിടയ്ക്കെല്ലാം 2 സൈഡിലും സ്വരങ്ങളുണ്ട്. ഈ സ്വരങ്ങൾ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് പഠിച്ചു വരുമ്പോഴും നമുക്കുണ്ട്. നവം 9 എന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷേ എന്താ ഈ 9? അത് 9 എന്നും പറയും. NINE. എൻ ഒറ്റയ്ക്കല്ല, നമ്മൾ എൻ, ഈ എൻ എന്നാണ് പറയുന്നത്. എം, എൽ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന അക്ഷരത്തിന് ഇടത് സൈഡിലും ശബ്ദമുണ്ട്. ഈ ശബ്ദം എന്തായിട്ട് കൺവേർഷൻ നടക്കും? അതാ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇതാണല്ലോ നമ്മൾ ഈ AEIOU എന്ന് പറയുമ്പം അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ AEIOU എന്ന് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ആംഗലേയ ഭാഷയിൽ എന്ന് നമ്മൾ പറയുകയും അമേരിക്കയ്ക്ക് എന്ന് എഴുതിയിട്ട് നമ്മൾ അമേരിക്ക എന്നാണ് പറയുന്നത്. ആസ്ട്രേലിയക്കും എഴുതിയിട്ട് നമ്മൾ ആസ്ട്രേലിയ എന്ന് പറയും. ആഫ്രിക്കയ്ക്കും എഴുതിയിട്ട് ആഫ്രിക്ക എന്ന് പറയുന്നു. അപ്പോൾ അത് ആണോ? അല്ല, അത് ആയാണ്. ഇപ്പം വിജയൻ എന്ന് എഴുതാൻ നമ്മൾ വി എഴുതും. അത് കഴിഞ്ഞിട്ട് JAYAN എന്ന് എഴുതിയാൽ ശരിയാകില്ല. അവിടെ ഐ ഇടണം. എന്തിനാ ഇടുന്നത്? അപ്പോൾ അത് വി അല്ല ഇംഗ്ലീഷിൽ, അത് വായാണ്. നമ്മുടെ മലയാളത്തിൻ്റെ വാ തന്നെയാണ് അത് കിടക്കുന്നത്. അത് മറ്റൊരു ഷേപ്പിൽ കിടക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അത് ഞാനിത് മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്കറിയാതെ അങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാവും? അനന്തൻ എന്ന് പറയുമ്പം തന്നെ ശ്രീ എന്നുള്ളതിൻ്റെ ആണ്. ശ്രീ TS അങ്ങനെയാണ്. TS ആയി മാറിക്കോളൂ, ST ആയി മാറിക്കോളൂ. അന, ദൗ, അയ്യൻ, അൻ. 2 ANനും ഒരു ദായുമാണ് ഇടയ്ക്കുള്ളത്. അനന്തൻ. ഇതെന്താണ്? അതാണ് അയിന, ദൗ, അയ്യൻ. നമ്മൾ കൃഷ്ണ കൃഷ്ണ, രാമ രാമ എന്ന് 2 പ്രാവശ്യമല്ലേ പറയുന്നത്. ദ സെയിം വേ അയിനനെ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? അയിനൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ സർപ്പം, അത് നാഗൻ, ശേഷൻ. ഇതാണ്. അപ്പോൾ അയിനൻ, ദൗ, അയിനൻ. ഇതിനെ ഷോർട്ടൺ ചെയ്താണ് അനന്തൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ശേഷനാണ്. ഈ ശേഷൻ എന്ന് പറയാൻ കാര്യം എല്ലാം ശേഷനിലൂടെയാണ്, നാഗനിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അയിനൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ പഴയ ഇതുണ്ടല്ലോ, ഓമൈന തിങ്കൾ കിടാവൂ നല്ല കോമള താമര പൂ. ആ ഈശ്വര ശബ്ദമാണ്. മലേ അല്ലെങ്കിൽ മെയിൽ, ദ സെൽഫ്, അതിനു വേണ്ടിയാണ് എം നിൽക്കുന്നത്. അയിന, ഓമൈന, അയിനയാണ്. കുഞ്ഞായാലും വലുതായാലും അവൻ അയിനനാണ്, അവൻ ഈശ്വരനാണ്, അവൻ മനുഷ്യനാണ്. ഓമൈന തിങ്കൾ കിടാവൂ നല്ല കോമള താമര പൂ. അപ്പോൾ ഇതെഴുതിയ ഇരയിമ്മൻ തമ്പിക്ക് ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ പറ്റി വല്ല ബോധം ഉണ്ടായിരുന്നിരിക്കുമോ? ഇല്ല. അത് ഇരയിമ്മൻ തമ്പിയുടെ മാത്രം